എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞാൽ തിരുവചനത്തിലൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. അപ്പൊ അപ്പന്റെ സ്വഭാവം എന്താ? കരുണ. പെറ്റതള്ള തൻ കുഞ്ഞിനെ മറക്കുമോ? അമ്മയുടെ പ്രത്യേക സ്വഭാവം എന്താ? അമ്മ മറക്കുകയില്ല. അടുത്ത ഭാഗത്ത് ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ. അപ്പൊ അമ്മയുടെ പ്രത്യേക സ്വഭാവം എന്താ? അമ്മ ആശ്വസിപ്പിക്കും. അപ്പൊ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ ഒരു വ്യക്തിയിൽ എന്ത് സംഭവിക്കും? കരുണയും ആശ്വാസവും നഷ്ടപ്പെടുന്നു. എന്നാൽ ഒരു ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവവിശ്വാസിയെ ദൈവം ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? ലോകത്തിലെ പിതാവിൽ നിന്ന് കിട്ടാത്ത കരുണ, ലോകത്തിലെ ഒരമ്മയിൽ നിന്ന് കിട്ടാത്ത ആശ്വാസം, ഇത് രണ്ടും ചേർന്ന് ഒരുവനിൽ നിന്ന് എനിക്ക് കിട്ടും. അവന്റെ പേരാണ് സർവശക്തനായ ദൈവം. ഇന്ന് പകൽ ലോകത്തിലെ മാതാവും പിതാവും നിന്നെ ഉപേക്ഷിച്ചാൽ പിതാവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന കരുണ, മാതാവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആശ്വാസം, ഇത് രണ്ടും ഒന്നിച്ചു നൽകാൻ കഴിവുള്ളവരാണ്. അതിനെ പ്രസംഗിക്കുന്ന എന്റെ യേശുവാണ്. ഇന്ന് പകൽ അവനോട് ചേർന്നിരിക്കാൻ നീ തയ്യാറാണെങ്കിൽ അവൻ നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഒരുപോലെ പകരാൻ അവൻ വിശ്വസ്തനാണ് എന്നാണ് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ലഭിക്കേണ്ട കരുണയും ആശ്വാസവും എനിക്ക് നഷ്ടപ്പെട്ടു, അല്ലേ? പക്ഷേ ഇത് രണ്ടും തരാൻ കഴിവുള്ളവൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒരുപോലെ തരാൻ കഴിവുള്ളവൻ. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ദൈവം ചിലരെ ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ? ചിലർക്ക് ദൈവം കരുണ നൽകും, ചിലരോട് ദൈവം കരുണ കാണിക്കും, ദൈവം ചിലരെ ആശ്വസിപ്പിക്കും. എന്നാ പദത്തിന്റെ അർത്ഥം ദൈവം നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞാൽ, സഹോദര, ഒരു പിതാവിൽ നിന്ന് ലഭിക്കേണ്ടത് കരുണയുണ്ടല്ലോ, ഒരു മാതാവിൽ നിന്ന് ലഭിക്കേണ്ട ആശ്വാസമുണ്ടല്ലോ. ഇത് ദൈവം നിനക്ക് തരുമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം. സഹോദരി, ഇന്ന് മകൻ നിന്റെ വേണ്ടപ്പെട്ടവർ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ രക്തബന്ധങ്ങൾ നിന്നെ ഉപേക്ഷിച്ചാൽ അവരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന സന്തോഷവും സമാധാനവും ആശ്വാസവും കരുണയുണ്ടല്ലോ, അത് ലഭിക്കാതെ നിന്നെ അകറ്റി നിർത്തുമ്പോ ഇതൊന്നിച്ച് തരാൻ കഴിവുള്ള ഒരാള് ഇന്ന് മകൻ നിന്റെ കൂടെയുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവജനത്തിനാണ് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്.